നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിലെ ഐശ്വര്യം കെടുത്തുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. എന്തൊക്കെ ഉപേക്ഷിച്ചാലാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാകുക. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാലേ അതൊക്കെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ വീട്ടിലെ ഐശ്വര്യം നിറയും. അപ്പം ഐശ്വര്യം കെടുത്തുന്ന കുറച്ച് വസ്തുക്കളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതൊരു ഭക്തർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ വിളക്ക് കൊളുത്തുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വീട്ടിൽ നടേണ്ട സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കേണ്ട കുറച്ച് സാധനങ്ങൾ, അതേക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ വീടുകളിൽ നമ്മളൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ധാരാളം സാധനങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. കൂടുതലും സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പലതും നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. ഇപ്പോൾ ഭൂരിഭാഗം സാധനങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ഒന്ന് കണ്ടെത്തിയിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ നമുക്ക് വീടിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടും. ഒരു ഫ്രീ സ്പേസ് കിട്ടും. അപ്പോഴാണ് അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാകുക. ആ നെഗറ്റിവിറ്റി ഉള്ള ഉപയോഗശൂന്യമായിട്ടുള്ള എല്ലാം കളഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിൽ കിടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം തന്നെ ആദ്യം പറയാം. ഇന്നലെ ഗുരുവായൂരപ്പനെ നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു. ശ്രീലകത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ തന്നെ നല്ല തിളക്കാട്ടോ. സർവാഭരണ വിഭൂഷിതനായിട്ട് സുന്ദരനായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഉരല് പിടിച്ചിട്ട് കെട്ടിയിട്ടിരിക്കുക. ദാമോദരലിയിലായിരുന്നു കേട്ടോ ഇന്നലെ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട്. എന്നാലും ഈ കെട്ടിയിട്ടിട്ടാണെങ്കിലും ഭഗവാന്റെ മുഖത്ത് നല്ലൊരു സന്തോഷമാണുള്ളത്. സ്നേഹം കൊണ്ടാണ് ഭഗവാൻ എല്ലാവരും കെട്ടിയിട്ടിരിക്കണമെന്ന് ഭഗവാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ ചിരിച്ചിട്ട് ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ ഭഗവാൻ. ഇതിന് 4 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ 3 എണ്ണം ഒരേപോലെ, അതായത് വെളുത്ത പൂക്കളും തെച്ചിപ്പൂക്കളും, അതായത് നന്ദ്യാർവട്ടും തെച്ചിയും കൂടെ കോർത്തിട്ടായിരുന്നു 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നത്. ഒരെണ്ണത്തിൽ നന്ദ്യാർവട്ടം ഉണ്ട്, തെച്ചിയുണ്ട്, തുളസിയുണ്ട്. പിന്നെ 2 ഉണ്ടമാലയുണ്ട്. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതും ഈ ചുവപ്പും വെള്ളയും തന്നെയായിരുന്നു. കൂടുതലും ആ നിറങ്ങളായിരുന്നു കേട്ടോ. ചുവപ്പും വെള്ളയും ഇന്നലെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. നന്ദ്യാർവട്ടും തെച്ചിയും ഇങ്ങനെ മാറി മാറി കോർത്തിരിക്കുക. പിന്നെ ഒരു ഉണ്ടമാലയിൽ കൂടുതലും നന്ദ്യാർവട്ടാണ്. താഴത്തേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസിയും കൂടെ കോർത്തിട്ടുണ്ട്. ഇതിന് നടുക്കാണ് ഉരല് പിടിച്ച് കെട്ടിയിട്ടുള്ള ആ ഒരു ഭാവത്തിൽ നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. പിലി തിരുമുടിയൊക്കെ ഉണ്ടായിരുന്നു. നെറ്റിയിൽ ഗോപിതിലക ഉണ്ട്. വലിയ കാതുപൂക്കളുണ്ട്. നിറയെ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഭഗവാന്. കൈവളകളും തോൾവളകളും അതൊക്കെ നല്ല വീതിയിലാണ്. പിന്നെ അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. വേറൊരു കെട്ടും കൂടെ ഉണ്ട്. ചുവന്ന പട്ടുകൊണ്ട് അരയിൽ കെട്ടിയിട്ടുണ്ട്. അത് ഈ ഉരല് കെട്ടിയിട്ടിരിക്കുന്ന ആ കയറാണ്. ഇടത്തെ ഭാഗത്ത് ഉരല് ചാർത്തിയിട്ടുണ്ട്. അതുമൊന്നും ഒരു കെട്ട് വന്നിട്ട് ഭഗവാന് കെട്ടിയിട്ടിരിക്കുക. പിന്നെ വലത്തെ കൈയിൽ ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പട്ടുകോണകമൊക്കെ ചുറ്റിയിട്ട് കുഞ്ഞിക്കാലുകളിലെ നല്ല തിളക്കത്തിലെ തളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ഈ അരയിലെ കിങ്ങിണിയിൽ അവിടെ നിന്ന് കുറേ ഇങ്ങനെ സ്വർണത്തിന്റെ ആ ഡിസൈനുകൾ ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുന്നുണ്ട്. അതായത് തുടയുടെ ഭാഗത്തൊക്കെ ആയിട്ട് അവിടെ നല്ല നല്ല തിളക്കം, നല്ല തിളങ്ങി വിളങ്ങിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. കാര്യം കുറുമ്പൊക്കെ കാണിച്ചിട്ടാണ് ഈ ഓടി വന്നിരിക്കണേ. അതാണ് അമ്മ കെട്ടിയിട്ടിരിക്കണതേ. അമ്മയുടെ മടിയിൽ ഇരുന്നിട്ട് പാല് കുടിക്കുകയായിരുന്നു. അമ്മയാണെങ്കിലോ ഈ വെണ്ണ ഇങ്ങനെ തൈര് ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ള ആ പാൽപാത്രം അതിങ്ങനെ തിളച്ചിട്ട് തൂവിപ്പോണേ. അപ്പോൾ ആ തൂവി പോകുന്ന ആ ഒരു പെട്ടെന്ന് ഒരു വെപ്രാളത്തിൽ ഉണ്ണീനെ അവിടെ വെച്ചിട്ട് അമ്മ പോയി അതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നേക്കാളും ഇഷ്ടം അമ്മയ്ക്ക് പാലിനോടാണോ അങ്ങനെ ചെറിയൊരു കുശുമ്പ് തോന്നിയിട്ട് ആ കടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വെണ്ണയുടെ പാത്രം ഉണ്ടല്ലോ അത് അവിടെ ഇട്ടിട്ട് ഉടച്ചിട്ട് അതിൽ ഒരെണ്ണമായിട്ട് ഓടിയിട്ടാണ് ഭഗവാൻ പോകുന്നത്. അപ്പോൾ കുറുമ്പ് കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും അമ്മ പുറകെ വരുന്നറിയാം. അങ്ങനെ അമ്മ പുറകെ വന്നു. കുറച്ചൊക്കെ കഷ്ടപ്പെട്ടു ഒന്ന് പിടിച്ച് കെട്ടിയിടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മുടെ ഭഗവാന് പിടി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയും. എന്നാൽ പിടി കിട്ടിക്കഴിഞ്ഞാൽ, ഒരിക്കൽ ആ പിടി വീണ് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ നമ്മൾ വിചാരിച്ചാലും നമ്മുടെ അടുത്തുനിന്ന് ഭഗവാൻ പോകില്ല. അങ്ങനെയാണ് പറയാം. അപ്പം എല്ലാവരും ഭഗവാനെ നല്ല മുറുക്കെ സ്നേഹമാകുന്ന കയറുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കെട്ടിയിട്ടുള്ളൂ കേട്ടോ. ഒരിക്കലും ഭഗവാൻ നമ്മളെ വിട്ടു പോകില്ല. അപ്പം അങ്ങനെ ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ ഉച്ചപ്പൂച്ചയ്ക്ക് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ദാമോദര ലീലയായിരുന്നു. അപ്പോൾ ആ ഭഗവാന്റെ ആ ഒരു രൂപം, ആ നിൽപ്പും ഭാവവും നല്ല കുറുമ്പനാണ് കേട്ടോ. ഒരു കുഞ്ഞിക്കണ്ണനായിട്ടാണ്. ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളും. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും.
അങ്ങനെ ദാമോദരലിയൊക്കെ കണ്ടു തൊഴുതിട്ട് നേരെ ഗണപതിയെ തൊഴാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഗണപതി ഒരു ലളിതമായിട്ടുള്ള അലങ്കാരമാണ്, ഒരു കസവ് മുണ്ടൊക്കെയാണ് ഇന്നലെ ഉടയാടയായിട്ട് അണിഞ്ഞിരിക്കണേ. 2 മാലകളുണ്ട് കേട്ടോ. ഒന്ന് കൃത്യമായിട്ട് കഴുത്തിൽ കിടക്കുന്നുണ്ട്, അത് നല്ലൊരു കാശുമാലയാണ്. പിന്നെ ഒരു സ്വർണ്ണ നിറത്തിന് മാല, അത് കുറച്ച് വയറിന്റെ ചൂടയായിട്ടാ, കുടവയറൊക്കെ ഉണ്ട്, അപ്പൊ അതിന് ചൂടയായിട്ടാ കിടക്കുന്നുണ്ടായിരുന്നു. അത് കുഞ്ഞുമാല, അത് ശരിക്കും കാണില്ല, ആ ഉടയാടയുടെ ഇടയിൽ കൂടെ കുറച്ച് ഭാഗമേ കാണാണ്ടായിരുന്നുള്ളൂ. പിന്നെ നെറ്റിയില് പൊട്ട് പൊട്ട് പൂവ് പൊട്ട് അങ്ങനെയാണ്. സ്വർണ്ണ പൊട്ടുകൾ 3 ഉണ്ട്, നടുക്കായിട്ട് ഏകദേശം ഒരു സ്വർണ്ണ പൂവും വെച്ചിട്ടുണ്ട്. കാതുകളിലും അതേ 2 സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കിരീടമായിട്ട് ഗണപതിക്ക് ഒരു സ്വർണ്ണ നിറത്തിൽ നടുക്കൊരു ചുവന്ന കല്ലുള്ള ഒരു കിരീടമുണ്ട്, അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകുക കേട്ടോ. ഭഗവതി അമ്മ ചെറിയൊരു സ്വരൂപമാണ്, വലിയ എന്താ പറയുക, അലങ്കാരങ്ങളൊന്നും ലളിതമായി തന്നെ ചാർത്തിരിക്കണത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഭഗവതി അമ്മേനെ കാണാനായിട്ട് കേട്ടോ. മുഖച്ചാർത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ചുവന്ന നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്, നിറയെ സ്വർണ്ണ ഡിസൈനുകളോട് കൂടിയിട്ടുള്ള നല്ല തിളക്കമുള്ള ഒരു ഉടയാട. പിന്നെ കഴുത്തിലെ ഇങ്ങനെ സ്വർണ്ണ പൊട്ടുകൾ, ചെറിയൊരു പൂവ് പോലെ ഒരു ഡിസൈൻ ഉണ്ട്, എന്നാൽ പൊട്ടുകൾ പോലെയാണ് തോന്നുക. അതിങ്ങനെ നിറയെ വെച്ചിട്ട് ഒരു മാല പോലെയുണ്ട്. പിന്നെ കാതുകളിലെ ചന്ദ്രകലയാണ്, ഓരോ 2 കാതുകളിലും ചന്ദ്രകലകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് കമ്മലിന് പകരമായി അണിഞ്ഞിരിക്കുന്നത്. പിന്നെ ചുണ്ടൊക്കെ നല്ല കരിഞ്ചുവപ്പ് നിറത്തിലെ ചുവപ്പിച്ച് വെച്ചിട്ടുണ്ട്, ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് ഭഗവതിയുടെ മുഖത്ത്. പിന്നെ നെറ്റിയിൽ ഒരു കറുപ്പ് നിറത്തിലാണ് പൊട്ട് കാണുന്നുണ്ടായിരുന്നത്. കിരീടം ചാർത്തിയിരിക്കുക, അതിങ്ങനെ താമരയുടെ ഇതളുകൾ പോലെ ഒരു 2-4 ഇതളുകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് കിരീടം ഉണ്ടായിരുന്നത്. അപ്പോൾ ഭഗവതി അമ്മയുടെ അലങ്കാരം ഇന്നലെ ഇപ്രകാരമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഭഗവതിയുടെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെ കാണാനായിട്ടാണ് പോണത്. അയ്യപ്പനും ഇന്നലെ ഗണപതിയുടെ പോലെ തന്നെ കസവും ഉണ്ടായിരുന്നു കേട്ടോ, ഉടയാടയായിട്ടുണ്ടായിരുന്നത്. അരയിലെ ഒരു നീല പട്ടുകൊണ്ട് അതിൻ്റെ അരികിൽ ഇങ്ങനെ കസവുണ്ട്, അതുകൊണ്ട് അരയിൽ ചുറ്റിയിട്ടുണ്ട്. പിന്നെ വലത്തേ കൈയിൽ ഒരു കദളിപ്പഴവും പിടിച്ചിട്ടുണ്ട്. പിന്നെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് അത് സ്വർണ്ണ പൊട്ടുകൾ കൊണ്ടാണ് ഒരു മാല ഇങ്ങനെ തീർത്തിരിക്കുന്നത് കേട്ടോ. കാതുകളിൽ സ്വർണ്ണ പൂക്കളാണ്, ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ടാണ്. നന്നേ പ്രായമായിട്ട് മുതുമുത്തശ്ശനൊന്നും അല്ല കേട്ടോ, ഇതിന് മുന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു. എന്നാലും കുറച്ച് പ്രായമൊക്കെയുള്ള ഒരു ഭാവമായിരുന്നു അയ്യപ്പൻ്റെ മുഖത്തുണ്ടായിരുന്നത്. അപ്പോൾ ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞല്ലോ. നെറ്റിയിൽ ഒരു ചുവന്ന നിറത്തിൽ ഒരു മഞ്ചാടി ഒട്ടിച്ച് വെച്ചതുപോലെയാണ് കേട്ടോ, ഒരു ചുവന്ന പൊട്ടുണ്ട്. പിന്നെ ഈ നെറ്റിത്തടത്തിൽ ചെറിയ സ്വർണ്ണമണികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കിരീടം പോലെ ചെറിയ സ്വർണ്ണ പൊട്ടുകൾ കൊണ്ടും സ്വർണ്ണ തിലകങ്ങൾ കൊണ്ടും ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പൊ മയിൽപ്പീലിയൊക്കെ ചൂടുമല്ലോ 2-3 ഒരുമിച്ച്, അതുപോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ശിരസിലുള്ള അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പൊ അതായിരുന്നു ഇന്നലത്തെ അയ്യപ്പൻ്റെ അലങ്കാരം. അപ്പം അയ്യപ്പൻ്റെ ആ രൂപവും ആ ഭാവവും ഒക്കെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് പറഞ്ഞു തുടങ്ങാം. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കുറച്ച് വസ്തുക്കൾ. അപ്പോൾ ഇതൊക്കെ പോയാൽ തന്നെ ഐശ്വര്യം താനെ വരുന്നതാണ് പറയുക. ഐശ്വര്യം കെടുത്തുന്ന വസ്തുക്കളാണ് ഇതൊക്കെ. അപ്പോൾ അതിനൊക്കെ കളയേണ്ടത്. അപ്പോൾ ആദ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ പറയണത് ഈ ചില്ലുകൊണ്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടി, അത് നമുക്ക് ഏറ്റവും ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാരണം കണ്ണാടിയിലാണ് നമ്മളെ മുഖം നോക്കുക, നമ്മുടെ പ്രതിബിംബമാണ് കാണുക. അതൊന്ന് പൊട്ടിയാലുള്ള അവസ്ഥ നോക്കി നോക്കൂ. ഇപ്പോൾ ഫ്രെയിമൊക്കെ നല്ല ഭംഗിയിലുണ്ട്, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ നടുവിൽ കൂടെ ഒരു വിള്ളൽ വന്നു. അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി അപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ പൊട്ടിയ കണ്ണാടികൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അത് ഉപേക്ഷിക്കണം എന്നാണ് പറയുക. അപ്പോൾ അതിൽ വര വീണ പോലെ തന്നെ നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു ദോഷം വരും. അതൊരു നെഗറ്റിവിറ്റിയാണ് അവിടെ പറയണത്. ചെറുപ്പകാലങ്ങളിൽ ചെറിയ കുട്ടികൾ ഈ ചെറിയ കണ്ണാടി ചീളുകളൊക്കെ പൊട്ടിയത് കിടക്കുന്നുണ്ടാവും. അത് നോക്കിയിട്ട് അതിൽ മുഖം നോക്കി സന്തോഷിക്കുന്ന പോലെ അല്ല കേട്ടോ, അത് കുട്ടികളാണ്, അവരുടെ ഒരു കളിയുടെ ഭാഗമായിട്ടുള്ളതാണത് ആ പൊട്ടിയ കണ്ണാടിയൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ല, മുതിർന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ മുഖം നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന കണ്ണാടി, അതിൽ പൊട്ടൽ വീണ് കഴിഞ്ഞാൽ അത് ഉടനടി തന്നെ മാറ്റണം എന്നാണ് പറയുക. പിന്നെ അതിൽ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ കുറേ നാളായിട്ട് കഴിയുമ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊടി പിടിക്കും, അപ്പോൾ ഒരു മങ്ങലൊക്കെ വരും. അപ്പോൾ വെറുതെ ഒന്ന് എടുത്തിട്ട് ഒന്ന് വീട്ടിൽ പോയിട്ട് ആ കണ്ണാടിയൊക്കെ ഒന്ന് തുടച്ച് നോക്കൂ, പഴയതിനൊക്കെ ഭംഗിയായിട്ട് നമ്മളെ കാണാൻ പറ്റും. അതിൽ പൊടിയൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ കാണാനിട്ടാണ്. അപ്പോൾ കണ്ണാടി എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, പൊട്ടിക്കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുക. കണ്ണാടി മാത്രമല്ല കേട്ടോ, പാത്രങ്ങൾ പലതരത്തിലുള്ള പൊട്ടുന്ന ചില്ല് പാത്രങ്ങൾ ഉണ്ടായിരിക്കും അടുക്കളയിൽ. അത് ഭംഗിയാണ് കാണാനായിട്ട്. എത്ര ഭംഗിയുള്ളതാണെങ്കിലും എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ഉടനടി അത് മാറ്റുക.
അത് അടുക്കളയിൽ നിന്ന് തന്നെ മാറ്റുക. ഇപ്പം അടുക്കളയിൽ ഒരു മൂലയ്ക്ക് പിന്നെ എപ്പോഴേലും കൊണ്ടുപോയി കളയാം എന്ന് വിചാരിച്ച് വെക്കൊന്നും വേണ്ട, പുറത്ത് കൊണ്ടുപോയി വെക്കുക. ഇപ്പോൾ പുറത്ത് വരാന്തിയൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ ഏതെങ്കിലും ഒരു മുക്കിൽ കൊണ്ടുപോയിട്ട് വെക്കുക. ഇതിപ്പോൾ ചില്ല് പാത്രങ്ങൾ അല്ലെങ്കിൽ ഉടയുന്ന പാത്രങ്ങൾ മാത്രമല്ല, പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ പിന്നെ തീരെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. പൊട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോവുക. ഇപ്പോൾ ഈ ബക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ, പൊട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ഉപേക്ഷിക്കുക. എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു സഞ്ചിയിൽ കൂട്ടി വെക്കുക. എന്നിട്ട് പാക്രിക്കാരൊക്കെ വരുമ്പോൾ കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് ഉപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ അലുമിനിയത്തിൻ്റെ പാത്രങ്ങളാണെങ്കിലും അത് നമ്മൾ ഉപേക്ഷിക്കുകയല്ല ചെയ്യുക. അതിപ്പോൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അലുമിനിയം ആയതുകൊണ്ട് അതിൻ്റെ പൈസ കിട്ടും, അല്ലെങ്കിൽ പാത്രങ്ങൾ മാറ്റി വാങ്ങാനും സാധിക്കും. എന്നാൽ അത് വിലപിടിപ്പുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലെ മുക്കിലൊന്നും സൂക്ഷിക്കേണ്ട. അതും ഇതേപോലെ തന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് വെക്കുക. വീടിനകത്ത് നിന്ന് ഒഴിവാക്കുക. അപ്പം അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുവിധം നെഗറ്റീവ് എനർജി ഒക്കെ ആ തരത്തിലുള്ളതൊക്കെ അങ്ങനെ തന്നെ പോകും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ചില്ലിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല ഉണ്ടാകുക, ഈ പലതരത്തിലുള്ള ഉപകരണങ്ങൾ, ഇപ്പോൾ ലൈറ്റ്, ഇപ്പോൾ ബൾബുകൾ ഉണ്ടാവും, ട്യൂബ് ലൈറ്റ് ഒക്കെ ഉണ്ടാകും. ബൾബ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാലും ചിലപ്പോൾ ഫ്യൂസായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. പൊട്ടൽ മാത്രമല്ല, അത് ഫ്യൂസായി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഉപയോഗശൂന്യമായി എന്ന് വേണം കരുതാനായിട്ട്. എന്നാലും അത് അവിടെ തന്നെ വെക്കും, മാറ്റാഞ്ഞിട്ട് പിന്നെ എപ്പോഴേലും മാറ്റാം എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയല്ല. അപ്പോൾ ഫ്യൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള എന്താ പറയുക, ഇലക്ട്രിക് ഉപകരണങ്ങളാണെങ്കിലും അത് മാറ്റി, അത് കേട് വന്നത് നന്നാക്കാൻ കഴിയും. ഫാനൊക്കെയാണ്, ചിലപ്പോൾ അത് കേട് വന്നു കഴിഞ്ഞാൽ നമുക്കത് നന്നാക്കിയിട്ട് പിന്നെയും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് വേഗം തന്നെ നന്നാക്കുക. പിന്നെയും അതവിടെ അങ്ങനെ ഉപയോഗശൂന്യമായിട്ട് ഉപയോഗിക്കാത്ത രീതിയിൽ വെക്കരുത്. റെഡിയാക്കാൻ പറ്റുന്നത് റെഡിയാക്കിയിട്ട് ഉപയോഗിക്കുക. അത് നേരെ ആകാത്തതാണെങ്കിൽ അത് ഉപേക്ഷിക്കുക. അവിടെ ഇവിടെയും കൊണ്ടുപോയി കളയാന്നല്ല, അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക ഒന്നുകിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്തുനിന്ന് പോയി, എന്നിട്ട് പുതിയതൊരെണ്ണം വാങ്ങുക. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ബൾബ് പോലെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഉപയോഗശൂന്യമായതാണോ, നമുക്ക് ആവശ്യമില്ലാത്തതാണോ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണോ, ഇനി ഒരിക്കലും നേരെയാവാത്തതാണോ, അത് ഉപേക്ഷിക്കുക. അതാണ് പറയണത് കേട്ടോ. പിന്നൊന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ എപ്പോഴും വൃത്തിയുള്ള വസ്ത്രങ്ങൾ വേണം ഉപയോഗിക്കാനായിട്ട്. അതേപോലെ തന്നെ കുറേയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നേ പഴകി കഴിഞ്ഞാൽ കീറിയതൊന്നും ഇപ്പോൾ അധികാരം അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പണ്ട് കാലത്തൊന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ. അന്ന് അങ്ങനത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ താഴ്ന്ന രീതിയിലായിരുന്നു. അപ്പോൾ വസ്ത്രം ഇടണം എന്ന് വിചാരിച്ചിട്ട് കീറിയതൊക്കെ ആളുകൾ ഉപയോഗിച്ചിരുന്നു. ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. അപ്പോൾ പഴകിയത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമുക്കത് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഒന്നുകിൽ നമ്മളത് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അത് ആവശ്യമുള്ള ഉപയോഗിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ കേട്ടോ, മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുടെ കൈകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ വസ്ത്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ അനാഥാലയങ്ങൾ, വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സമയത്ത് വരാറുണ്ടല്ലോ, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കത് കൊണ്ടുപോയി കൊടുക്കുക. വരുന്നവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അറിയാം, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അറിയാം. നമ്മൾ ഉപയോഗിച്ച ഒരു തവണയൊക്കെ 2 തവണയൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ വസ്ത്രങ്ങൾ ഒരുപാട് വാങ്ങിക്കൂട്ടുന്നവരാ. അലമാര ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. എന്നാൽ എല്ലാവരും ഉപയോഗിക്കുമോ? അങ്ങനെയുമില്ല. എന്നാൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കുമോ? അതും ചെയ്യില്ല. വെറുതെ ഇങ്ങനെ നിറച്ച് വെക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ ഒരു കല്യാണം വരികയാണ്, ഇപ്പോൾ എന്തെങ്കിലും ഓണോ വിഷു ഒക്കെ വരികയാണ്, ഒരു 10 ജോഡി ഡ്രസ്സ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഒരു 5 ജോഡി, 10ലേക്ക് ആവണ്ട, 5 ജോഡി ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒരു 5 ജോഡി നമ്മുടെ പഴയത് നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവണം. എന്നാലാണ് നമുക്ക് ആ അലമാരിയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടുക. അതിങ്ങനെ കുത്തി തിരികിയിട്ട് അല്ലെങ്കിൽ ഒരെണ്ണം എടുക്കുമ്പോൾ 16 വീണിട്ട് അങ്ങനെയൊന്നും ആവരുത്. പിന്നെ അത് പിന്നെ ഒതുക്കി വെക്കണം. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിലുള്ള ആ ക്വാണ്ടിറ്റി കുറയ്ക്കുക. നമ്മൾ ഒരെണ്ണം വാങ്ങുക അല്ലെങ്കിൽ ഒരു 5 വാങ്ങുന്ന സമയത്ത് പഴയ ഒരു 5 നമ്മൾ ഉപേക്ഷിക്കാനായിട്ടും കൂടെയുള്ള മനസ്സ് കാണിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തൊഴിവാക്കുക. പഴയ വസ്ത്രങ്ങളാണ്, അത് ഉപേക്ഷിക്കുക. അങ്ങനെയാണ്. പണ്ട് കാലത്തൊക്കെ പറയും, ഈ 4 മുഴം തുണിക്ക് പുടവയ്ക്കാണ് കൊടുക്കുക എന്നുള്ളത്. അതെന്താന്ന് വെച്ചാൽ 4 വസ്ത്രങ്ങളെ വേണ്ടൂ ശരിക്കും ഒരാൾക്ക് ഒരു വർഷം ജീവിക്കാനായിട്ട്. ഞാൻ പറയണത് സാധാരണ ഒരു ജീവിതം ജീവിക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെയാണ്. അപ്പോൾ അവർക്കിങ്ങനെ മാറി മാറി ഇടേണ്ടതായിട്ട് വരും. പിന്നെ എല്ലാ ദിവസവും ഇത് കഴുകാനൊന്നും പറ്റിയെന്ന് വരില്ല. തിരക്കുകൾ കൊണ്ടൊക്കെയാണ്. ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഡ്രസ്സുകൾ കഴുകുന്നവരുണ്ടായിരിക്കും. ഒന്നരാട, അതായത് 2 ദിവസം കൂടുമ്പോഴും അങ്ങനെയൊക്കെ ആയിട്ട് കഴുകുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അവരുടെ കാര്യമല്ല കേട്ടോ പറയണത്. സാധാരണ രീതിയിൽ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. 4 ജോഡി മതിയായിരുന്നു. ഇപ്പോൾ 4 തോർത്തുമുണ്ട് വാങ്ങിക്കുക. 2 തോർത്തുമുണ്ട് 6 മാസം, 2 തോർത്തുമുണ്ട് അടുത്ത 6 മാസം. അപ്പോൾ അത് പഴകി കഴിഞ്ഞാൽ അത് കളയും വേണം. അതുകൊണ്ടാണ് ഈ 4 മുഴം പുടവയാണ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നത്. അത്രയും ആവശ്യമുള്ളൂ. എപ്പോഴും വസ്ത്രങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ
നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടുള്ളൂ. വസ്ത്രങ്ങൾ ഒരുപാട് വരുന്നത് അതൊരിക്കലും നന്നല്ല എന്ന് പറയാറുണ്ട്. പുതിയത് വാങ്ങുന്നതിലല്ല, പുതിയത് വാങ്ങിയാലും പഴയത് ഇങ്ങനെ കുന്നുകൂട്ടി വെക്കരുത്. ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വാങ്ങാം, പക്ഷെ പഴയത് നമ്മൾ കൊടുത്ത് ഒഴിവാക്കാനും കൂടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒന്നാണ് ഉടഞ്ഞ വിഗ്രഹങ്ങൾ. ഇപ്പം എവിടെയെങ്കിലുമൊക്കെ തെറ്റ് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരിക്കുള്ളൂ, നമുക്ക് അതിനോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരിക്കും. നമ്മുടെ ഭഗവാൻ, നമ്മൾ ഇത്രയും നാളും പ്രാർത്ഥിച്ച ഗുരുവായൂരപ്പനായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേവന്മാരായിരിക്കാം. അപ്പോൾ അത് നേരെയാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് നേരെയാക്കാം. അപ്പോൾ നമ്മൾ കയ്യോ കാലോ പൊടിയാണെങ്കിൽ ആദ്യം അത് നേരെയാക്കാനല്ലേ ശ്രമിക്കുക. അതേപോലെ നമുക്കത് നേരെയാക്കാം. ഒട്ടും പറ്റാത്തതാണെങ്കിൽ അത് ഉപേക്ഷിക്കണം. അങ്ങനെ തന്നെയാണ് പറയാനായിട്ടുള്ളത്. കാരണം അത് നെഗറ്റീവ് എനർജിയെ കൊണ്ടുവരുന്നല്ല പറയണത്, അതിൽ ചൈതന്യം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കണം എന്ന് പറയാറുള്ളത്. ഉപേക്ഷിക്കേണ്ട രീതിയൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പൂജാമുറിയിൽ ഇപ്പോൾ നമ്മൾ ഭഗവാനെ ചാർത്തിയിട്ടുള്ള മാലയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇന്ന് ചാർത്തിയ മാല നാളെ അത് എടുത്തിട്ട് കളയണം. കാരണം അത് വാടിയിട്ടുണ്ടായിരിക്കും, പൂക്കളല്ലേ. അപ്പോൾ ക്രമേണ അതിങ്ങനെ അതിൻ്റെ മണമൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. പിന്നെ അത് ആ വിഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് അഴുകി വരിക ചെയ്യുക. അപ്പോൾ മാലയൊക്കെ എടുത്തിട്ട് മാറ്റുക. പിന്നെ അതുപോലെ തന്നെ പുഷ്പങ്ങൾ, പൂജയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൂജാ പുഷ്പങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് പ്രസാദം കിട്ടും. ആ പ്രസാദത്തിൽ ഇപ്പോൾ ചന്ദനം, കുങ്കുമം, അങ്ങനെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഒപ്പം ഈ പൂക്കളും ഉണ്ടാവും. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ചന്ദനവും കുങ്കുമം ഒന്നും കേടൊന്നും വരില്ല, അത് കുറച്ച് നാളൊക്കെ അവിടെ ഇരിക്കും. പക്ഷേ പൂക്കൾ അങ്ങനെയല്ല, അത് വാടിക്കരിഞ്ഞിട്ട് അവിടെ ഇരിക്കണ്ടായിരിക്കും. ഗുരുവായൂരപ്പൻ തന്നെ തോന്നും, ഇതെന്തെങ്ങനെ വാടിക്കരിഞ്ഞിരിക്കുന്നത്, ഇതെന്താ അവർ മാറ്റാത്തതെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അതൊക്കെ എടുത്ത് മാറ്റുക. ഇത് ഒരു ദിവസമാണ് പൂക്കളൊക്കെ ഇരിക്കുള്ളൂ, അത് കഴിഞ്ഞ് അത് വാടാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക. പിന്നെ വിളക്ക് കൊളുത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിളക്കിൻ്റെ ചോർച്ചയുണ്ടോ എന്ന് നോക്കണം. ചോർച്ചയുള്ള വിളക്കാണെങ്കിൽ അത് ഉടനടി മാറ്റുക. അതേപോലെ തന്നെ വിളക്കിൽ നിറയെ എണ്ണയോ എന്താ നെയ്യോ എന്താ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തേക്കൊക്കെ പോകും. ഒന്നുകിൽ പൊട്ടി കത്തിയിട്ടൊക്കെ ആകും പുറത്തേക്ക് പോകുന്നുണ്ടാകും, അല്ലെങ്കിൽ നിറഞ്ഞിട്ടൊക്കെ പോകും. അല്ലെങ്കിൽ താഴെ ഇങ്ങനെ തളം കെട്ടി നിൽക്കണത് അതൊന്നും നന്നല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് എണ്ണയും നമുക്ക് ഒഴിക്കണ്ടു. നമ്മൾ എത്ര നേരം വിളക്ക് കൊളുത്തി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും നേരത്തേക്കുള്ള എണ്ണ ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്കത് കിടത്തിയിട്ട് വെക്കാം. അങ്ങനെയാണ്. പിന്നെ ഓരോ തവണയും വിളക്ക് കൊളുത്തുന്ന സമയത്ത് അതിൽ പഴയ എണ്ണ ഉണ്ടെങ്കിൽ അത് മാറ്റണം, പഴയ തിരി ഉണ്ടെങ്കിൽ അത് മാറ്റണം. പുതിയതിട്ടിട്ട് വേണം വിളക്ക് കൊളുത്താനായിട്ട്. അപ്പോൾ ഇത് പൂജാമുറിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പഴയ തിരി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് പുറത്തേക്ക് മാറ്റുക. ഇപ്പോൾ പൊട്ടിയ ചില്ലുകളൊക്കെ മാറ്റുന്ന കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഇപ്പോൾ ഫോട്ടോസൊക്കെ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ഭഗവാന്മാരുടെ ഫോട്ടോസ് ആണെങ്കിലും നമ്മുടെ തന്നെ വീട്ടിലുള്ളവരുടെ ഫോട്ടോസാണ്. ഇപ്പോൾ ചില്ലിലിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടായിരിക്കും ഫ്രെയിം ചെയ്തിട്ട്. അതും ഇതുപോലെ പൊട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാകുക. അത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി അത് മാറ്റുക. ഫ്രെയിം മാറ്റേണ്ടതാണെങ്കിൽ മാറ്റുക, അല്ലെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഒന്നാണ് ഫർണിച്ചേഴ്സ് ഉണ്ടാവും. അത് കേടുപാടുകൾ വന്ന ഫർണിച്ചേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു കാല് പോയ കസേരയ്ക്ക് ഒരു മൂലയ്ക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ചിലർക്ക് അത് പെട്ടെന്ന് മാറ്റിയെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ മാറ്റാതെ വെച്ചിരിക്കുന്നത്. അതല്ല കേട്ടോ ഞാൻ പറയുന്നത്, നമുക്ക് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആ കാല് പോയ കസേരയ്ക്കൊന്ന് മാറ്റുക, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കുക. അല്ലാതെ അതിനൊരു നഷ്ടപ്പെട്ട രീതിയിൽ അതിനവിടെ വെക്കരുതെന്നാണ് പറയുക. അപ്പോൾ കസേര മാത്രമല്ല, മേശയാണെങ്കിൽ ഇപ്പോൾ ഫർണിച്ചേഴ്സ് ഏതാണെങ്കിലും അതിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അത് ഉടനടി തന്നെ പരിഹരിക്കുക. പിന്നെ ഫ്യൂസായിട്ടുള്ള ബൾബിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ ഒന്നാണ് ഈ ടാപ്പ്. നമ്മൾ അടുക്കളയിൽ ഇപ്പോൾ സിങ്ക്, ബാത്റൂം, പുറത്ത് തുണികളൊക്കെ കഴുകുന്ന സ്ഥലത്തൊക്കെ ടാപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ഇതിനൊക്കെ ചോർച്ച ഉണ്ടാവും, ലീക്ക് ഉണ്ടാവും. അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാലാണ് ഈ ലീക്കൊക്കെ വരിക. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് മാറ്റാനായിട്ടുണ്ടെന്നാണ്. അപ്പോൾ പിന്നെയും നമ്മളത് വെച്ചിട്ടിരിക്കരുത്, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് മാറ്റാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയട്ടെ, അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് മാത്രമേ ആലോചിക്കുള്ളൂ. അതിന് വെള്ളം പോണത് ആരും ശ്രദ്ധിക്കില്ല. ഈ വെള്ളം എന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ള ഒന്നാണ്. ആ ഒരു കാര്യം കൂടെ നമ്മളെല്ലാവരും കൂടെ ചിന്തിക്കണം. അപ്പോൾ അത് നഷ്ടപ്പെടുത്തരുത്. എത്രയോ പേര് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ലീക്കായിട്ടുള്ള ടാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടനടി തന്നെ മാറ്റുക. അതൊക്കെ ദോഷം വരും. അല്ലെങ്കിൽ ഏത് ദോഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അത് നമ്മുടെ ധനം ചോർന്നു പോകുക അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. അത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനടി അതൊക്കെ ഒന്ന് മാറ്റാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ നിലച്ച ഘടികാരം,
ക്ലോക്ക് 2 തരത്തിൽ സ്റ്റോപ്പ് ആകും. ഒന്നുകിൽ അതിൻ്റെ ബാറ്ററി കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് കേട് വന്നിട്ടായിരിക്കും. ബാറ്ററി കഴിഞ്ഞതാണെങ്കിൽ ഉടനടി തന്നെ അതൊരു ബാറ്ററി മാറ്റിയിട്ട്, കാരണം നമുക്ക് സമയം കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഈ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. അത് ഭഗവാനാണെന്ന് പറയാം. ഈ കാലം എന്ന് പറയുന്നത് തന്നെ ഭഗവാനാണെന്ന് പറയാം. അപ്പോൾ സമയം ഭഗവാനാണ്. അപ്പോൾ അതൊക്കെ നിലച്ചു പോയി കഴിഞ്ഞാൽ നമ്മളത് വേഗം മാറ്റുക. കേട് വന്ന ക്ലോക്ക് ആണെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയതൊരെണ്ണം വാങ്ങി വെക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏത് തരത്തിലുള്ള ഉപകരണങ്ങളാണെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ ആ കേട് എന്താണോ അതിൻ്റെ ആ ബുദ്ധിമുട്ട് അത് പരിഹരിക്കുക, അല്ലെങ്കിൽ അത് മാറ്റിവെക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഇത് വളരെ ചുരുക്കിയിട്ടാണ് പറയണത്. ഇനിയും കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന ദിവസങ്ങളിലെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നാമജപത്തിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നാമജപം എണ്ണി കൊണ്ടുവന്നപ്പോഴേ മിനിഞ്ഞാന്നത്തെ വീഡിയോയിലാണ് ഞാൻ എണ്ണിയത്. ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ലല്ലോ. 8217 ഉള്ളൂ. പലരും നാമം ചൊല്ലുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് നാമജപത്തിൻ്റെ എണ്ണമൊക്കെ എല്ലാവരും കൃത്യമായിട്ടൊന്ന് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നാളെ മുതൽ ഞാൻ നല്ല കുട്ടിയായിട്ട് എണ്ണിക്കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.